പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ സുരക്ഷാസേനയും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, കൂടുതൽ വിവരങ്ങൾ. അജീഷ്. റീജിത്ത്, ഇന്നാണ് ചുരാചന്ദ്പൂർ ജില്ലയിൽ വലിയ സംഘർഷം ഉടലെടുത്തത്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തന്നെ അവിടെ ഈ കഴിഞ്ഞ ദിവസം സന്ദർശനത്തിന് മുന്നോടിയായിട്ട് തന്നെ വലിയ ബന്ധമൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു. അവിടുത്തെ സോമി ആദിവാസി വിഭാഗത്തിലെ യുവാക്കളാണ് അവിടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും മറ്റും നശിപ്പിക്കുകയും മറ്റും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് നിരവധി യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. ഇവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധത്തിന് സുരക്ഷാ സേന നേരിടുകയും ചെയ്തു. പിന്നീട് സുരക്ഷാ സേനയ്ക്കെതിരെ ഈ യുവാക്കൾ കല്ലെറിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഘർഷം ഉടലെടുത്തത്. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടലിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി ഇന്നലെ ഈ ചുരാചന്ദ്പൂറും അതിനുശേഷം ഇംഫാലിലും വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അസമിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ചുരാചന്ദ്പൂരിൽ വീണ്ടും ഒരു സംഘർഷം ഉടലെടുത്തത്. എന്തായാലും സുരക്ഷാ സേന ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടെ നടത്തുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.